സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞ 8ാമത്തെയും 9ാമത്തെയും കഥകൾ ഇന്ന് കേൾക്കാം. വേതാളത്തിനെ മുരുക്കുമരത്തിൽ നിന്നും വേർപ്പെടുത്തി തൻ്റെ തോളത്തിട്ട് വിക്രമാദിത്യൻ വഴി നടന്നപ്പോൾ വേതാളം തൻ്റെ കഥയുടെ ഭാണ്ഡം അഴിച്ചു. സാഗരകേതു എന്ന രാജാവിന് നയനൻ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. രാജാവിൻ്റെ ഏറെ വിശ്വസ്തനായിരുന്നു നയനൻ. ഒരു നാൾ സാഗരസേതുവും കൂട്ടരും നായാട്ടിന് പോവുകയായിരുന്നു. വനത്തിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ അതിഭയങ്കരമായ ഒരു അലർച്ച കേട്ടു. അതോടെ കുതിരയുടെ സമനില തെറ്റി. രാജാവിനെയും കൊണ്ട് കുതിര അതിവേഗം പാഞ്ഞു. പരിഭ്രാന്തരായ മന്ത്രി ഉൾപ്പെടെയുള്ള മറ്റാളുകൾ രാജാവിന് പിന്നാലെ വച്ചുപിടിച്ചു. കുതിര കാടിൻ്റെ ഉള്ളിലേക്കാണ് ഓടിയത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും കുതിരയെ നിയന്ത്രിക്കാൻ രാജാവിന് സാധിച്ചില്ല. മരങ്ങളും വള്ളികളും ഇഴപിണഞ്ഞു കിടന്ന ഒരു ഗുഹാമുഖത്തിന് മുന്നിലെത്തി കുതിര പെട്ടെന്ന് നിന്നു. അടുത്ത ക്ഷണം ആ അലർച്ച വീണ്ടും കേട്ടു. അതോടെ കുതിര രാജാവിനെ താഴെയിട്ട് നിലത്ത് കിടന്ന് പിടയാൻ തുടങ്ങി. ഗുഹയിലെ ഇരുട്ടിൽ നിന്ന് ഒരു ഭീകരജീവി പുറത്തേക്ക് തലനീട്ടി. ആനയേക്കാൾ വലിപ്പമുള്ള, സിംഹത്തേക്കാൾ കരുത്തുള്ള ഒരു മൃഗവ്യാളി എന്ന ജീവിയായിരുന്നു അത്. ശരഭം എന്ന മറ്റൊരു പേരുമുണ്ട് ആ ജീവിക്ക്. കാട്ടിലെ മറ്റു ജീവികളൊന്നും അതിൻ്റെ മുന്നിൽ നിൽക്കില്ല, അത്ര ഭയങ്കര രൂപം. ശരഭത്തെ കണ്ട് ഭയന്ന് മന്ത്രിയും ഭടന്മാരും ജീവനും കൊണ്ട് ഓടി. വാളും ഉയർത്തി നിന്ന രാജാവിന് നേരെ നോക്കി ആ ജീവി ഉറക്കെ അലറി. തൻ്റെ കഥ കഴിഞ്ഞതായി രാജാവ് കണക്കുകൂട്ടി. പക്ഷേ അടുത്ത ക്ഷണം ആ ഭീകരജന്തുവിൻ്റെ മേൽ എവിടെ നിന്നോ ഒരു അമ്പു വന്ന് തറച്ചു. തുടർന്ന് തുരുതുരാ അമ്പുകൾ. അതോടെ വലിയൊരു ശബ്ദത്തോടെ ആ മൃഗം പിന്നോട്ട് മറിഞ്ഞു വീണു. കയ്യിൽ അമ്പും വില്ലുമായി തൻ്റെ പിന്നിൽ നിന്ന നായനനെ കണ്ട് രാജാവ് ആശ്ചര്യം കൂറി. മറ്റെല്ലാവരും ഉപേക്ഷിച്ചു പോയപ്പോഴും തൻ്റെ രക്ഷയ്ക്കായി വില്ലേന്തിയ ആ ഭൃത്യനെ രാജാവ് മനസ്സാ വന്ദിച്ചു. തിരിച്ചു കൊട്ടാരത്തിലെത്തിയതിനു ശേഷം നയനന് രാജാവ് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ നൽകി. അങ്ങനെ ഇരിക്കെ ദൂരദേശത്തൊരിടത്തെ രാജകുമാരിയെ പാണിഗ്രഹണം ചെയ്യാൻ രാജാവിന് ആഗ്രഹം തോന്നി. നയനനെയാണ് ദൂതുമായി അദ്ദേഹം അയച്ചത്. നയനൻ രാജാവിൻ്റെ സന്ദേശവുമായി പുറപ്പെട്ടു. മാർഗമധ്യേ സമുദ്രം കടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് കൊടുങ്കാറ്റിൽ കപ്പൽ തകർന്നു. നയനൻ മാത്രം ഒരു ചങ്ങാടത്തിൽ പിടിച്ച് കരയ്ക്കണഞ്ഞു. കരയിലെത്തി കുറേ ദൂരം നടന്നപ്പോൾ ഒരു താമരപ്പൊയ്ക കണ്ടു. അതിൽ കുറേ സുന്ദരികൾ കുളിച്ചു രസിക്കുകയാണ്. അതിലൊരാളെ നയനന് വലിയ ഇഷ്ടമായി. അയാൾ ആ സുന്ദരിയോട് പ്രേമാഭ്യർത്ഥന നടത്തി. ആവട്ടെ, നിങ്ങൾ യാത്ര ചെയ്തു ക്ഷീണിച്ചിരിക്കുകയാണ്, അടുത്തുള്ള കിണറ്റിലിറങ്ങി കുളിച്ചു വരൂ, അവൾ പറഞ്ഞു. നയനൻ ആ കിണർ കണ്ടുപിടിച്ചു. വലിയ ആഴമുള്ള, താഴേക്ക് പടികൾ കെട്ടിയിറക്കിയ കിണറായിരുന്നു അത്. അയാൾ ആ പടികളിലൂടെ താഴേക്കിറങ്ങി. കുറേ ആഴത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പടികൾ കാണാതായി. ആ ഇരുട്ടിൽ വശങ്ങളിൽ പിടിച്ച് അയാൾ താഴേക്കിറങ്ങി. നടന്നു ചെന്നപ്പോൾ അകലെ ഒരു ഗുഹാ വെളിച്ചം കണ്ടു. നയനൻ അതിലൂടെ പുറത്തിറങ്ങി. അയാൾ കണ്ണുമിഴിച്ചു നിന്നു. അയാൾ എത്തിയത് അയാളുടെ നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിലേക്ക് എളുപ്പം വന്നു ചേരാനുള്ള ഒരു കുറുക്കുവഴി താൻ കണ്ടെത്തിയതിൽ അയാൾക്ക് സന്തോഷം തോന്നി. വേഗം അയാൾ കൊട്ടാരത്തിലെത്തി രാജാവിനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. സമയം കളയാതെ രാജാവും അയാളോടൊപ്പം തിരിച്ചു. അതേ ഗുഹയിലൂടെ നടന്ന് അവർ എത്തിയത് ആ കിണറിൻ്റെ മുകളിലേക്കുള്ള പടികളിലായിരുന്നു. അവർ ഇരുവരും കിണറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മുൻപ് കണ്ട സുന്ദരി കുളി കഴിഞ്ഞ് മുടി കോതുകയായിരുന്നു. രാജാവിനും അവളെ ഇഷ്ടമായി. രാജാവിനെ കണ്ടതോടെ അവൾക്ക് അദ്ദേഹത്തോട് അനുരാഗം തോന്നി. തനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൾ രാജാവിനോട് പറഞ്ഞു. രാജാവാകട്ടെ അവളെ നിരുത്സാഹപ്പെടുത്തി. തൻ്റെ ഭൃത്യന് വിവാഹം ആലോചിക്കുന്നതിനാണ് താൻ വന്നതെന്നും അവൾക്കിഷ്ടമെങ്കിൽ നയനനെ വിവാഹം കഴിക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും രാജാവ് പറഞ്ഞു. അവൾ അത് സമ്മതിച്ചു. അങ്ങനെ നയനൻ്റെ മോഹം സാധിക്കുകയും ചെയ്തു. കഥ നിർത്തി വേതാളം വിക്രമാദിത്യന് നേരെ നോക്കി. രാജാവിൻ്റെ ജീവൻ രക്ഷിച്ച നയനൻ്റെ പ്രവൃത്തിയോ
നയനു വേണ്ടി തൻ്റെ ആഗ്രഹം ത്യജിച്ച രാജാവിൻ്റെ പ്രവൃത്തിയോ കൂടുതൽ ശ്രേഷ്ഠം? വേതാളം ചോദിച്ചു. നയനൻ്റെ ജോലിയാണ് രാജാവിൻ്റെ സംരക്ഷണം. അതിന് അയാൾക്ക് പ്രതിഫലവും ലഭിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ ഭൃത്യനു വേണ്ടി സ്വന്തം ആഗ്രഹം ത്യജിച്ച രാജാവിൻ്റെ പ്രവർത്തനം നിസ്വാർത്ഥമാകുന്നു. അതിനാൽ സംശയമില്ല, രാജാവിൻ്റെ പ്രവൃത്തി തന്നെ ശ്രേഷ്ഠം. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു. ആ ക്ഷണം തോളിൽ ഭാരം ഒഴിഞ്ഞതായി വിക്രമാദിത്യന് തോന്നി. തോളിൽ കിടന്നിരുന്ന വേതാളം രക്ഷപ്പെട്ട് ഓടിയിരുന്നു. വിക്രമാദിത്യൻ മടങ്ങിയെത്തിയപ്പോൾ പഴയപടി മുരുക്കുമരത്തിൽ തലകീഴായി കിടന്ന് ആടുകയായിരുന്നു വേതാളം. വീണ്ടും വേതാളത്തെ പിടിച്ച് തോളിലിട്ട് വിക്രമാദിത്യൻ നടക്കാൻ ആരംഭിച്ചു. വേതാളം കഥ പറയാനും. ഒരിക്കൽ ഒരു പണ്ഡിതനായ രാജകുമാരനും സുന്ദരിയായ രാജകുമാരിയും ഉറങ്ങുന്ന മണിയറയിൽ തറയിലൂടെ ഒരു പറ്റം ഉറുമ്പുകൾ വരിവരിയായി പോകുന്നുണ്ടായിരുന്നു. വളരെ നല്ല ആശയവിനിമയ ശേഷിയുണ്ട് ഉറുമ്പുവർഗത്തിന്. അവ തമ്മിൽ വളരെ എളുപ്പത്തിലും കാര്യക്ഷമമായിട്ടും വിവരങ്ങൾ കൈമാറുക പതിവാണ്. കുമാരനാണെങ്കിൽ ഉറുമ്പുകളുടെ ഭാഷ വശമുണ്ട്. ഉറുമ്പുകളെന്നല്ല, പക്ഷിമൃഗാദികളിൽ പലതിൻ്റെയും വർത്തമാന ഭാഷ മനസ്സിലാക്കാൻ രാജകുമാരന് കഴിയുമായിരുന്നു. വരിവരിയായി നീങ്ങുന്ന ഉറുമ്പുകളുടെ തലവൻ കട്ടിലിൻ്റെ കാലുകളിൽ ഒന്നിൽ ചെന്ന് മുട്ടിയപ്പോൾ ഒരു നിമിഷം നിന്നു. എന്താണൊരു തടസ്സം? പിന്നാലെ വന്ന ഉറുമ്പ് ചോദിച്ചു. കട്ടിലിൻ്റെ കാല് ഇത്തിരി വഴിമാറി പോകണം. ആ കാലെടുത്ത് മാറ്റിയിട്, എന്നാൽ നമുക്ക് നേരെ പോകാം. എടുത്തു മാറ്റിയിടാമായിരുന്നു, പക്ഷേ കട്ടിലിൽ രാജകുമാരനും കുമാരിയും ഉറങ്ങുകയാണ്. അവരെ ശല്യപ്പെടുത്തേണ്ട. ഉറുമ്പുകളുടെ ഈ സംഭാഷണം കേട്ടപ്പോൾ രാജകുമാരൻ പൊട്ടിച്ചിരിച്ചു. ഉടൻ ഉറുമ്പുകളുടെ തലവൻ പറഞ്ഞു. ആ കുമാരൻ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അത് അയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കും അല്ലേ? മറ്റൊരു ഉറുമ്പ് ചോദിച്ചു. ഇല്ല, അതിനിടവരില്ല. ആരോടെങ്കിലും അയാൾ ഈ വിവരം പറഞ്ഞാൽ അടുത്ത ക്ഷണം അയാൾ മരിക്കും. ഉറുമ്പുകൾ നടന്നു നീങ്ങി. പെട്ടെന്ന് രാജകുമാരി ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചിരിച്ചത്? ആ ചോദ്യം കേട്ടതോടെ കുമാരൻ ഒന്ന് ഞെട്ടി. തനിക്കത് പറയാനാവില്ല. പറഞ്ഞാൽ അതോടെ തൻ്റെ കഥ തീർന്നു. ഓ, വെറുതെ ചിരിച്ചതാണ്. കുമാരൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. കുമാരി വിടുന്ന ലക്ഷണമില്ല. പറഞ്ഞേ തീരൂ. അവൾ കരയാനും പദം പെറുക്കാനും തുടങ്ങി. പുറത്തു പറഞ്ഞാൽ തനിക്ക് മരണം സംഭവിക്കുമെന്ന് കുമാരൻ പറഞ്ഞു. മരിച്ചാലും കുഴപ്പമില്ല, തനിക്കത് കേട്ടേ മതിയാവൂ എന്നായി കുമാരി. രാജകുമാരൻ തൻ്റെ മരണം മുന്നിൽ കണ്ടു. പിറ്റേന്ന് മരണത്തിനൊരുങ്ങിയതിനു ശേഷം അക്കാര്യം പറയാമെന്നയാൾ ഉറപ്പുകൊടുത്തു. അടുത്ത ദിവസം രാവിലെ കുമാരി വീണ്ടും നിർബന്ധിച്ചു. മരണത്തിനൊരുങ്ങി പുറത്തൊരു തുറസായ സ്ഥലത്തെത്തി നിലത്ത് ദർഭ വിരിച്ച് അതിൽ കിടന്ന് കുമാരൻ താൻ കേട്ടത് പറയാൻ തയ്യാറായി. കുമാരൻ്റെ ദർഭശയ്യയ്ക്ക് സമീപത്തായി ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ സമയം കിണറിന് സമീപത്തായി 2 ആടുകൾ മേയുന്നുണ്ടായിരുന്നു. കിണറിലേക്ക് ചാഞ്ഞ് തലനീട്ടി നിൽക്കുന്ന കുറച്ച് പുൽനാമ്പുകൾ തനിക്ക് വേണമെന്ന് പെണ്ണാട് നിർബന്ധം പിടിച്ചു. അത് പറിച്ചു കിട്ടണം, കിട്ടിയേ തീരൂ, ആണാടിനോട് പെണ്ണാട് കടുപ്പിച്ച് പറഞ്ഞു. അത് നടപ്പില്ല, പൊട്ടക്കിണറാണ്, കാല് തന്നിയാൽ ആഴത്തിലേക്ക് വീഴും, ആണാട് കട്ടായം ചൊല്ലി. ആണുങ്ങളായാൽ കുറച്ച് തൻ്റെ ഇടം വേണമെന്നായി പെണ്ണാട്. രാജകുമാരൻ ഈ വർത്തമാനം ശ്രദ്ധിക്കുകയായിരുന്നു. വേഗം പറയൂ, എന്തിനാണ് നിങ്ങൾ ഇന്നലെ ചിരിച്ചത്? രാജകുമാരി ധൃതി കൂട്ടി. പറയാം, ഒരു നിമിഷം. രാജകുമാരൻ വീണ്ടും ആടുകളുടെ വർത്തമാനം കേൾക്കാൻ ചെവി കൂർപ്പിച്ചു. ആ തർക്കം എവിടെ എത്തുമെന്നറിയാൻ അയാൾക്ക് ജിജ്ഞാസയായി. പെണ്ണാട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ്. തനിക്ക് സ്വൈര്യം കിട്ടില്ല എന്നായപ്പോൾ ആണാട് സ്വരമുയർത്തി കടുപ്പത്തിൽ പറഞ്ഞു. എന്നെക്കൊണ്ട് സാധ്യമല്ല. വിവേകമില്ലാത്ത വാക്കുകൾ കേട്ട് എടുത്തു ചാടാൻ എനിക്ക് പറ്റില്ല. നിനക്ക് എന്നോടൊപ്പം നടക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോ. ഇതു കേട്ടതോടെ രാജകുമാരന് തന്നെപ്പറ്റി ലജ്ജ തോന്നി. ആടിനുള്ളത്ര കരളുറപ്പ് പോലും തനിക്കില്ലാതെ പോയല്ലോ എന്നയാൾ ഓർമ്മിച്ചു. അയാൾ ദർഭശയെ വിട്ട് ചാടി എഴുന്നേറ്റു. എന്നിട്ട് കുമാരിയുടെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു. അത് പറയാൻ എന്നെക്കൊണ്ട് മനസ്സില്ല. എന്നോടൊപ്പം കഴിയാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോ.
അയാൾ തലയുയർത്തി കൊട്ടാരത്തിലേക്ക് നടന്നു. ഈ കഥയിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചത് ആരാണെന്നും എന്താണ് ആ പ്രവർത്തനത്തിൻ്റെ സന്ദേശമെന്നും വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു. ആണാടിൻ്റെ പ്രവൃത്തിയാണ് അനുകരണയോഗ്യം. എത്ര വേണ്ടപ്പെട്ടവരായാലും ശരി, അവിവേകം ചെയ്യാൻ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് പറയണം. അതാണ് ഈ കഥയിലെ സന്ദേശം, വിക്രമാദിത്യൻ പറഞ്ഞു. അപ്പോഴേക്കും ബന്ധനവിമുക്തി നേടി വേതാളം തൻ്റെ വാസസ്ഥലത്തേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. വേതാളം പറഞ്ഞ മറ്റു കഥകളുമായി വീണ്ടും എത്താം. കാത്തിരിക്കുമല്ലോ.